കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിനെ സംബന്ധിച്ചിടത്തോളം 35 വർഷക്കാലമായി അവർ കുത്തകയായി കൊണ്ടു നടന്നിരുന്ന പാലാ നഗരസഭയുടെ ഭരണം 2025 തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അവർക്ക് നഷ്ടപ്പെട്ടിരുന്നു. UDF പുളിക്കക്കണ്ടം കുടുംബത്തിൽ നിന്ന് വിജയിച്ചു വന്ന 3 സ്വതന്ത്ര അംഗങ്ങളുടെ കൂടി പിന്തുണയുറപ്പിച്ചുകൊണ്ടാണ് മാണി ഗ്രൂപ്പിനെ നഗരസഭാ ഭരണത്തിൽ നിന്ന് പുറത്താക്കിയത്. മാണി ഗ്രൂപ്പിനെ സംബന്ധിച്ചിടത്തോളം UDF അധികാരത്തിലെത്തി എന്നത് മാത്രമല്ല അവർക്ക് ഇവിടെ പ്രതിസന്ധി സൃഷ്ടിച്ചിട്ടുള്ളത്. പാർട്ടി ചെയർമാനായ ജോസ് കെ മാണി വ്യക്തിവൈരാഗ്യം മൂലം നഗരസഭ അധ്യക്ഷ പദവി നിഷേധിച്ച CPMൻ്റെ മുൻ നേതാവും 2020-25 കാലഘട്ടത്തിൽ CPMൻ്റെ പാർലമെൻ്ററി പാർട്ടി ലീഡറുമായിരുന്ന ബിനു പുളിക്കക്കണ്ടത്തിൻ്റെ മകളായ 21 വയസ്സുകാരി ദിയ ബിനു പുളിക്കക്കണ്ടമാണ് ഇപ്പോൾ പാലാ നഗരസഭയുടെ അധ്യക്ഷ പദവി അലങ്കരിക്കുന്നത്. തങ്ങളുടെ പാർട്ടി ചെയർമാൻ്റെ ബദ്ധവൈരിയുടെ മകൾ ഏഷ്യയിലെ തന്നെ ഏറ്റവും പ്രായം കുറഞ്ഞ ചെയർപേഴ്സണായി സെലിബ്രിറ്റി പരിവേഷത്തോടുകൂടി ഭരണനിർവഹണം നടത്തുന്നത് ജോസ് കെ മാണിക്ക് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾക്ക് പോലും വലിയ അസ്വസ്ഥത സൃഷ്ടിക്കുന്നുണ്ട് എന്ന വാർത്തകളും പുറത്തു വരുന്നുണ്ടായിരുന്നു. ആ ഘട്ടത്തിലും കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പുകാരുടെ പ്രതീക്ഷയെന്ന് പറഞ്ഞിരുന്നത് 21 വയസ്സുകാരിയുടെ പക്വത കുറവ് ഭരണതലത്തിൽ നിഴലിക്കുമ്പോൾ അത് UDF ഭരണത്തിൻ്റെ ശോഭ കെടുത്തുമെന്നും തങ്ങൾക്ക് നഗരഭരണത്തിൽ പിടിമുറുക്കുവാനുള്ള സാഹചര്യങ്ങൾ ഒരുക്കുമെന്നുമുള്ള പ്രത്യാശയായിരുന്നു. എന്നാൽ 21കാരിയുടെ പക്വതക്കുറവല്ല ഇപ്പോൾ നഗരഭരണത്തിൽ ദൃശ്യമാകുന്നത്. നേരെ മറിച്ച് ആർജവമുള്ള ഒരു ജെൻസി പ്രതിനിധിയുടെ വളരെ പക്വതയോടുകൂടിയുള്ള ഭരണമാണ് പാലാ നഗരസഭയിൽ കാണുവാൻ കഴിയുന്നത്. ഇത്തരത്തിൽ തങ്ങളുടെ പ്രതീക്ഷകളെല്ലാം അസ്ഥാനത്തായതോടുകൂടി ദിയ ബിനുവിനെ ഒറ്റ തിരിഞ്ഞാക്രമിക്കുക എന്ന ഒരു ശൈലിയും മാണി ഗ്രൂപ്പ് സ്വീകരിച്ചു. നമുക്കറിയാം, പാലാ നഗരസഭയെക്കുറിച്ച് അറിയാവുന്നവർക്കറിയാം, നഗരപരിധിക്കുള്ളിൽ ജോസ് കെ മാണിയുടെ ഫണ്ട് ഉപയോഗിച്ച് ഏതാണ്ട് 5 കോടി രൂപ ഉപയോഗിച്ചാണ് മീനച്ചിലാറിന് സമാന്തരമായി ഒരു ലണ്ടൻ ബ്രിഡ്ജും വളരെ ചെറിയ ഒരു 10 അടി നീളമുള്ള ഒരു പാലവും ഇരുമ്പ് പാലവും അതിനോട് ചേർന്ന് വലിയൊരു ഓഡിറ്റോറിയവും സജ്ജീകരിച്ചിരുന്നത്. എന്നാൽ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്ത ജോസ് കെ മാണിയുടെ ഈ സ്വപ്ന പദ്ധതി ഒരു ദിവസം പോലും പൊതുജനങ്ങൾക്ക് വേണ്ടി തുറന്നു കൊടുത്തിട്ടില്ല. പുതിയ നഗരസഭാ ഭരണസമിതി അധികാരമേറ്റപ്പോൾ കൃത്യമായ ഒരു വിലയിരുത്തൽ നടത്തുകയും ഈ പാലത്തിനും ഇതിനോട് അനുബന്ധിച്ചുള്ള ഓഡിറ്റോറിയം കോംപ്ലക്സിനും ഒരു വാഹനങ്ങൾ പോലും പാർക്ക് ചെയ്യുവാനുള്ള സൗകര്യമില്ലാത്തതിനാൽ ഇതിൻ്റെ ഒരു ഫീസിബിലിറ്റി എന്ന് പറയുന്നത് സംശയകരമായി നിലനിൽക്കുകയും ചെയ്തു. ഈ ഘട്ടത്തിൽ പാലാ തെക്കേക്കരയെയും ഈ ഓഡിറ്റോറിയം കോംപ്ലക്സിനെയും ബന്ധിപ്പിച്ചുകൊണ്ട് ഒരു തൂക്കുപാലം നിർമ്മിക്കുവാനുള്ള പദ്ധതി ദിയ ബിനു പുളിക്കക്കണ്ടം അവതരിപ്പിച്ചു. എന്നാൽ ഇത്തരമൊരു പദ്ധതി യാഥാർത്ഥ്യമായാൽ തങ്ങളുടെ കഴിവുകേടും ദീർഘവീക്ഷണമില്ലായ്മയും വെളിച്ചത്ത് വരികയും ദിയയുടെയും UDF ഭരണസമിതിയുടെയും കാര്യക്ഷമതയും ജനപ്രീതിയും വർദ്ധിക്കുമെന്നും തിരിച്ചറിഞ്ഞ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിൻ്റെ മുതിർന്ന കൗൺസിലർമാരും ചെയർപേഴ്സൺമാരും ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ നിര ദിയ ബിനുവിനെ കടന്നാക്രമിക്കുകയും ചെയ്തു. എന്നാൽ ഈ ആക്രമണം ജനങ്ങൾ തള്ളിക്കളയുകയും ദിയയ്ക്ക് വലിയ പിന്തുണ കൊടുക്കുകയും ചെയ്തതോടെ മാണി ഗ്രൂപ്പ് കേന്ദ്രങ്ങൾക്ക് പാർട്ടി ചെയർമാൻ ഉൾപ്പെടെയുള്ളവർക്ക് ഹാലിളകി എന്ന് വിലയിരുത്താവുന്ന തരത്തിലുള്ള പ്രതികരണങ്ങളും ഏറ്റവും മ്ലേച്ഛകരമായ വ്യാജ പ്രചാരണങ്ങളുമാണ് ദിയ ബിനുവിന് നേരെ കേരള കോൺഗ്രസ് സൈബർ ഗ്രൂപ്പുകൾ പടച്ചുവിട്ടു തുടങ്ങിയത്. അതായത് പാലാ നഗരസഭയിലെ അധ്യക്ഷ എന്ന നിലയിൽ പാലാ നഗരസഭയിലെ ഒരു പ്രമുഖ ഡിജിറ്റൽ പ്രിൻറ്റിംഗ് സ്ഥാപനത്തിൻ്റെ മെഷീനറിയുടെ സ്വിച്ച് ഓൺ കർമ്മം ദിയ ബിനു നിർവഹിച്ചിരുന്നു. പ്രിൻ്റ് ഷോപ്പ് എന്ന ഈ സ്ഥാപനം നടത്തിയിരുന്നത് ചേസ് എന്ന തീക്കോയി സ്വദേശിയാണ്. ഇദ്ദേഹം ഷോൺ ജോർജ് എന്ന BJP നേതാവിൻ്റെ ഒരു ആത്മമിത്രവും PC ജോർജിൻ്റെ കടുത്ത ആരാധകനുമാണ്. അതിനാൽ തന്നെ ഈ ചടങ്ങിൽ ഷോൺ ജോർജിൻ്റെ സാന്നിധ്യവും ഉണ്ടായിരുന്നു. അവിടെ ദിയ ബിനുവും ഷോൺ ജോർജും സ്ഥാപന ഉടമയും അദ്ദേഹത്തിൻ്റെ ക്ഷണം സ്വീകരിച്ച് അവിടെ എത്തിയ ചില യുവ വ്യാപാരികളും ചേർന്ന് ഈ ചടങ്ങുകൾക്കിടയിലെടുത്ത ഒരു ഫോട്ടോ ഉപയോഗിച്ച് ദിയ ബിനു BJPക്കും ഷോൺ ജോർജിനും പിന്തുണ നൽകുന്നു എന്ന വ്യാജ പ്രചരണവുമായിട്ടാണ് പിന്നീട് മാണി ഗ്രൂപ്പ് സൈബർ പടകർ ആഞ്ഞു തുള്ളിയത്. എന്നാൽ ഈ നീക്കങ്ങളെല്ലാം തൂത്തെറിഞ്ഞുകൊണ്ട് UDF ദിയ ബിനുവിന് രാഷ്ട്രീയ സംരക്ഷണം നടത്തുമെന്ന പ്രഖ്യാപനം പ്രതിപക്ഷ നേതാവ് VD സതീശൻ തന്നെ പുതുയുഗ യാത്രയുടെ സ്വീകരണ വേദിയിൽ നടത്തിയതോടെ മാണി ഗ്രൂപ്പിൻ്റെ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വ്യാജ പ്രചരണങ്ങളും മാണി ഗ്രൂപ്പിൻ്റെ വ്യാജ പ്രചരണങ്ങൾ രാഷ്ട്രീയപരമായി മുതലെടുക്കാമെന്നുള്ള ഷോൺ ജോർജിൻ്റെയും BJPയുടെയും ആഗ്രഹങ്ങളും തകർന്നു വീഴുകയായിരുന്നു. അക്ഷരാർത്ഥത്തിൽ മാസ് ഡയലോഗ് കൊണ്ടാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ദിയ ബിനുവിനെ തങ്ങൾ സംരക്ഷിക്കുമെന്ന പ്രഖ്യാപനം പുതുയുഗ യാത്രാവേദിയിൽ നടത്തിയത്. പ്രതിപക്ഷ നേതാവിൻ്റെ ആ വാക്കുകൾ നമുക്കൊന്ന് കേട്ടു നോക്കാം. ഇന്ത്യയിലെ ഏറ്റവും
പ്രായം കുറഞ്ഞ ഒരു ചെയർപേഴ്സൺ അല്ലേ, അവരെ വരെ അധിക്ഷേപിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. UDF ഒരാളും കൊണ്ടില്ല. അല്ലെങ്കിൽ UDF പൊളിറ്റിക്കൽ പ്ലാറ്റ്ഫോമിലുള്ള ആളാണ് ദിയ ബിനു. അത് ഞങ്ങൾ പ്രൊട്ടക്ട് ചെയ്യും, എല്ലാ സംരക്ഷണവും കൊടുക്കും. നമ്മുടെ പൊളിറ്റിക്കൽ പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്നവരാണ്. ഒരാളും ആക്രമിക്കാൻ വരണ്ട, ഒറ്റ തിരിഞ്ഞ് ഞങ്ങളുടെ കൊച്ചിനെ ആക്രമിക്കാൻ ആരും വരണ്ട. സംരക്ഷിക്കാൻ ഞങ്ങൾ എല്ലാവരും സംരക്ഷണത്തിന്റെ കവചം ഒരുക്കി കൊടുക്കും. അത് മാണി സി കാപ്പന്റെ അടുത്തേക്കും ആരും വരണ്ട. ഞങ്ങളുടെ മുന്നണിയിലെ പ്രധാനപ്പെട്ട നേതാവാണ് ശ്രീ മാണി സി കാപ്പൻ. എല്ലാവരും ഇപ്പോ അസംബ്ലിയിൽ ചോദിക്കുന്നത് കേസിൽ മന്ത്രിമാര് ചോദിക്കുന്നത് ഇതെന്താ, പല പാർട്ടികൾ കൂടിയ മുന്നണിയിൽ ഒരു പാർട്ടിയെ പോലെയാണ് പ്രവർത്തിക്കുന്നത്. ഇപ്പൊ UDF അതാണ്, ഒറ്റ പാർട്ടിയെ പോലെയാണ് പ്രവർത്തിക്കുന്നത്. അതാണ് ടീം UDF. ഒരവസരവും ഇല്ലാതെ ഒരു ടീമായി പ്രവർത്തിക്കുന്നു. ഇന്ത്യ രാജ്യത്ത് മുന്നണി രാഷ്ട്രീയത്തിന് മാതൃകയാണ് കേരളത്തിലെ UDF. നമ്മൾ ആത്മവിശ്വാസത്തോടെ ഞാൻ പറഞ്ഞതുപോലെ കേരളത്തിലെ ജനങ്ങളുടെ ഹൃദയവികാരങ്ങൾ യാഥാർത്ഥ്യമാക്കാനുള്ള മഹായുദ്ധത്തിന് നമ്മൾ പുറപ്പെടുന്നു. ഹൃദയത്തിൽ നിന്നുള്ള വാക്കുകളാണ് VD സതീശൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത്. പാലാക്കാർക്ക് ഇഷ്ടപ്പെടുന്ന ശൈലിയിൽ ഞങ്ങളുടെ കൊച്ചിനെ ഞങ്ങൾ സംരക്ഷിച്ചുകൊള്ളാമെന്ന് VD സതീശൻ യാത്രാവേദിയിൽ പ്രഖ്യാപിച്ചപ്പോൾ ഹർഷാരവങ്ങളോടുകൂടിയാണ് ഈ പ്രഖ്യാപനത്തെ UDF പ്രവർത്തകർ ഏറ്റെടുത്തത്. പാലാ MLA മാണി സി കാപ്പനും ദിയ ബിനുവിന് ഏറ്റവും ആത്മാർത്ഥമായ പിന്തുണയാണ് നൽകുന്നത്. പ്രതിപക്ഷ നേതാവിനെ ഓപ്പൺ ജീപ്പിൽ സ്വാഗതമരളിക്കൊണ്ട് കുറ്റൻ പ്രകടനത്തിൻ്റെ അകമ്പടിയോടെ സമ്മേളന വേദിയിലേക്ക് എത്തിച്ചപ്പോൾ ആ ഓപ്പൺ ജീപ്പിൽ തനിക്കൊപ്പം പ്രതിപക്ഷ നേതാവിനെ അനുഗമിക്കുവാൻ ദിയ ബിനുവിനും മാണി സി കാപ്പൻ അവസരം നൽകുകയായിരുന്നു. ദിയ ബിനുവിനെ ഒറ്റതിരിഞ്ഞാക്രമിക്കുവാനും പുളിക്കക്കണ്ടം കുടുംബത്തെ BJPക്കാരായി ചിത്രീകരിക്കുവാനുമുള്ള ജോസ് വിഭാഗത്തിൻ്റെ ഗൂഢാലോചനയ്ക്ക് നിന്നുകൊടുക്കില്ല എന്നും ദിയയെ ചേർത്ത് പിടിച്ച് സംരക്ഷിക്കുമെന്നുമുള്ള കാപ്പൻ്റെ വ്യക്തമായ രാഷ്ട്രീയ സന്ദേശവും ഇതിൽ നിന്ന് തന്നെ വ്യക്തമാണ്. ദിയ ബിനുവിനെ പോലെ തന്നെ മാണി സി കാപ്പനെക്കുറിച്ചും പ്രതിപക്ഷ നേതാവ് വളരെ കൃത്യതയോടുകൂടിയാണ് ആ സമ്മേളന വേദിയിൽ UDF പ്രവർത്തകർക്കും അനുഭാവികൾക്കുമായി ഒരു വിവരണം നടത്തിയത്. കാപ്പൻ UDFൻ്റെ സംസ്ഥാനത്ത് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവാണെന്നും അതിനാൽ കാപ്പനെ പാലായുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷം നൽകിയായിരിക്കണം 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിപ്പിക്കേണ്ടതെന്നും അണികളെ ഓർമ്മപ്പെടുത്തുക മാത്രമല്ല അത്തരത്തിൽ കാപ്പനെ വിജയിപ്പിച്ചു കൊള്ളാമെന്നുള്ള ഉറപ്പും യോഗവേദിയിൽ വെച്ച് തന്നെ പ്രതിപക്ഷ നേതാവ് അണികളിൽ നിന്നും അനുഭാവികളിൽ നിന്നും പ്രസംഗത്തിനിടയിൽ നേടിയെടുക്കുകയും ചെയ്തു. ഇതെല്ലാം വളരെ കൃത്യമായ ഒരു രാഷ്ട്രീയമാണ് പറഞ്ഞു വെക്കുന്നത്. ജോസ് കെ മാണി വിഭാഗത്തെ സംബന്ധിച്ച് പറയുമ്പോൾ അവരെ സംഭ്രമിപ്പിച്ചു കളഞ്ഞ ഒരു ജനപങ്കാളിത്തമായിരുന്നു പുതുയുഗ യാത്രയുടെ ഭാഗമായി പാലായിലുണ്ടായിരുന്നത്. ജോസ് വിഭാഗം ജോസ് കെ മാണിയുടെ നേതൃത്വത്തിൽ നടത്തിയ ഇടതുമുന്നണിയുടെ മധ്യമേഖലാ ജാഥയിൽ പങ്കെടുത്തതിൻ്റെ ഇരട്ടിയിലധികം അണികളും അനുഭാവികളുമാണ് പ്രതിപക്ഷ നേതാവിനെ സ്വീകരിക്കുവാൻ മാണി സി കാപ്പന് പിന്നിൽ പാലായിൽ അണിനിരന്നത്. മധ്യ തിരുവിതാംകൂറിലെ ഏറ്റവും ആവേശകരമായ സ്വീകരണമാണ് രാവിലെ തന്നെ പാലായിൽ നിന്ന് ലഭിച്ചത് എന്നുള്ളത് VD സതീശനോട് ഏറ്റവും അടുത്തു നിൽക്കുന്ന കേന്ദ്രങ്ങൾ തന്നെ ഈ ഘട്ടത്തിൽ വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഇക്കാര്യങ്ങളൊക്കെ പരിഗണിക്കുമ്പോൾ ജോസ് കെ മാണി വിഭാഗം തങ്ങളുടെ തനത് രാഷ്ട്രീയ ശൈലിയിൽ എതിരാളികളെ താറടിക്കുന്ന, അവരെ വ്യാജ പ്രചരണം നടത്തി മോശക്കാരായി ചിത്രീകരിക്കുവാനുള്ള രാഷ്ട്രീയ പ്രചരണങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ ഈ വട്ടവും അവർക്ക് പാലായിൽ രക്ഷയില്ല എന്ന് തന്നെയാണ് പൊതുവിലയിരുത്തലുകൾ പുറത്തു വരുന്നത്. ഏതൊക്കെയാണെങ്കിലും അതുപോലെ തന്നെ കൗതുകകരമായ മറ്റൊരു വാർത്തയും ഇപ്പോൾ രാഷ്ട്രീയ വൃത്തങ്ങളിൽ സജീവമാകുന്നുണ്ട്. ജോസ് കെ മാണി ഈ ഘട്ടത്തിലും ഒരു പറ്റം MLA-മാരോടൊപ്പം മലബാർ ബെൽറ്റിലെ ഏതെങ്കിലും ഒരു സുരക്ഷിത സീറ്റ് UDFൽ നിന്ന് തനിക്ക് മത്സരിക്കുവാനായി നേടിയെടുത്തുകൊണ്ട് UDFലേക്ക് മടങ്ങി വരുവാൻ ചില ശ്രമങ്ങൾ കൂടി നടത്തുന്നു എന്ന വാർത്തയാണിത്. ഏതൊക്കെയാണെങ്കിലും ദിയ ബിനു പുളിക്കക്കണ്ടത്തിന് മാണി സി കാപ്പനും VD സതീശനും സംരക്ഷണം ഒരുക്കുമ്പോൾ ഒരു കാര്യം ഉറപ്പാണ്, വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാലാ നിയോജക മണ്ഡലത്തിലെ UDFൻ്റെ താരപ്രചാരകരിൽ ഒരാൾ ദിയ ബിനു പുളിക്കക്കണ്ടം തന്നെയായിരിക്കും. ഈ രാഷ്ട്രീയ വാർത്തകൾ പ്രേക്ഷകർക്കായി പങ്കുവെച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. കൂടുതൽ രാഷ്ട്രീയ വാർത്തകൾക്കും വിശകലനങ്ങൾക്കുമായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.